ഡേ 3 ഞങ്ങളുടെ പ്ലാൻ താരേബിർ വിസിറ്റ് ചെയ്യാനായിരുന്നു. ഗാങ്ടോക്കിൽ നിന്ന് നിയർലി 80 കിലോമീറ്റേഴ്സ് ദൂരെയാണ് താരേബിർ, വിച്ച് മീൻസ് ഒരു 2.5 hours ഡിസ്റ്റൻസ് ഉണ്ട് താരേബിറിലേക്ക്. അപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് താരേബിർ ഇസ് സെറീൻ പ്ലേസ്, ലൈക്ക് ഒരു ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലേസ് ആണെന്നായിരുന്നു കേട്ടത്. പക്ഷേ എൻ്റെ കുറേ ബംഗാളി ഫ്രണ്ട്സ് അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് താരേബിറിലേക്കൊന്നും അധികം ആൾക്കാർ പോവാറില്ല എന്നായിരുന്നു. സോ വി വെർ ഇൻ ഡൗട്ട് എന്ത് ചെയ്യണം എന്ന്. ബട്ട് ഫൈനലി പ്ലാൻ ചെയ്ത് വന്നപ്പോൾ താരേബിർ വാസ് വൺ ഓഫ് ദ പ്ലേസസ് ഇൻ ദ ലിസ്റ്റ്, ആൻഡ് ഐ എം ടെല്ലിങ് യു ഗൈസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് വിച്ച് ഐ ഹാവ് വിസിറ്റഡ് ഇൻ സൗത്ത് സിക്കിം. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമായിരുന്നു. ബിക്കോസ് അവിടേക്ക് പോകുന്ന വഴിയാണിത്. സി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഐസൊലേറ്റഡ്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ താരേബിർ എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് വില്ലേജ് ഏരിയ ആണ്. ഇപ്പോൾ അവിടേക്ക് പോകുന്ന വഴി കാണാമല്ലോ, ഒരു ഇച്ചിരി ഉള്ളിലേക്കാണ്, പക്ഷേ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഫൈനലി 2-2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ താരേബീറിൽ എത്തിയിട്ട് ആദ്യം ചെയ്ത പരിപാടി 2-3 റീൽ എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെയായിരുന്നു. ആക്ച്വലി ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ താരേബിർ. ഈ റീൽസ് എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് താരേബിർ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വ്യൂ ഓഫ് താരേബിർ. ഈ കാണുന്ന സ്ഥലം നമുക്ക് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല ഭയങ്കരമായിട്ടുള്ളൊരു പ്ലെസൻറ്റ് വെതറായിരുന്നു, ഭയങ്കര ഒരു തണുപ്പും, ആൻഡ് ദ വെതർ വാസ് റിയലി സൂതിങ്. നമ്മൾ ഈ കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ട്രെക്കിംഗ് അല്ല, ഹൈക്ക്, ലൈക്ക് അവിടെ നിന്ന് നടന്ന് അങ്ങ് അറ്റം വരെ പോകണം. അത് ഇങ്ങനെ കാണുന്ന പോലെയല്ല, അത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ആൻഡ് ഇറ്റ്സ് നിയർലി ഒരു എത്ര സ്റ്റെപ്സാണെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ അത്യാവശ്യം സ്റ്റെപ്സ് ഉണ്ട്. അത്രയും സ്റ്റെപ്സ് ഇറങ്ങി ഇതാ അങ്ങ് അറ്റം വരെ പോലാണ് മെയിൻ ടാസ്ക്. ബേസിക്കലി ഈ ഒരു വ്യൂ പോയിൻ്റ് മാത്രമേ അവിടെ ഉള്ളൂ, പക്ഷെ അത് തന്നെ ധാരാളമായിരുന്നു. ഭയങ്കര കാറ്റും മൗണ്ടൻ വ്യൂവും അതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇതവിടെ കണ്ടോ, അവിടെ ഒരു കുഞ്ഞു ടെമ്പിൾ ഉണ്ട്, അവിടെ ആൾക്കാർ ഇതിങ്ങനെ കൂട്ടി വെച്ചേക്കുവാ ഈ കല്ല. കുറേ ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നാംചിയിലുള്ള ചാർധാം കാണാൻ പോകാമെന്നായിരുന്നു. ചാർധാം ആക്ച്വലി അതൊരു ടെമ്പിളാണ്. ആൻഡ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ ദർസ് എ വെരി ബിഗ് സ്റ്റാച്യു ഓഫ് ലോർഡ് ശിവ. ആൻഡ് അത് മാത്രമല്ല, അവിടെ നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 4 പിൽഗ്രിമേജസ്, ദാറ്റ് ഈസ് ദ്വാരക, രാമേശ്വരം, ജഗന്നാഥ് ആൻഡ് ബദ്രിനാഥ്, ഈ 4 പിൽഗ്രിമേജ് സെൻറ്റേഴ്സിൻ്റെ റെപ്ലിക്കാസ് ഉണ്ടായിരുന്നു ഈ ചാർധാമിൽ. जय गणेश जय गणेश जय गणेश देवा, माता गौरी पार्वती पिता महादेव, माता गौरी पार्वती पिता महादेव, वंदन को आँख देत कोटि न को काया, वंदन को आँख देत कोटि न को काया, कानन को पुत्र देत निर्धन को माया. देव शंकरा तेरे जाप के बिना चले ये सांस किस तरह, मेरा कर्म तू ही. ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയി. ടെമി എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കായിരുന്നു ഞങ്ങൾ തിരിച്ചു പോയത്. അവിടെ ഞങ്ങളൊരു കോട്ടേജൊക്കെ എടുത്തു, അവിടെ നിന്നു, ആൻഡ് ക്യാമ്പ് ഫയർ ആൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. രാത്രി കുറച്ച് നേരം ക്യാമ്പ് ഫയറിൻ്റെ അടുത്തൊക്കെ ഇരുന്നു ചില്ല് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേയ്സ് പ്ലാൻ ഈസ് ഡയറക്ട്ലി ടു ഡാർജിലിംഗ്. So that's it for today. Bye bye. Good night.